കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധം ഇത് എങ്ങനെ തുടങ്ങി? ഇത് വികസിച്ചു? ഈ ഒരു നിലയിൽ ഇതെങ്ങനെ എത്തി? ആരൊക്കെയാണ് ഇതിന് പിന്നിൽ? ഇതിന് പിന്നിലെ ഫണ്ടിങ്, അതായത് പണം മുടക്കുന്നത് ആരാണ്? ഇത് രാജ്യവിരുദ്ധരുടെ ഒരു കൂട്ടായ്മയല്ലേ എന്നുള്ള ചോദ്യം ഇന്ത്യയിലെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. കുറെ ആളുകൾ ഇവർക്കൊപ്പം ചേരുന്നുണ്ട്. അവർ പല കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പല നേട്ടങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ദേശീയ അന്വേഷണ ഏജൻസി ഈ കാര്യങ്ങൾ അന്വേഷിക്കും എന്ന സൂചനകളിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ. നാളെ ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടും. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ IB, RO തുടങ്ങിയ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? ഇത് ആരുടെ ഫണ്ടിങ് ആണ്? ആരാണ് ഇന്ത്യയെ തകർക്കാൻ, രാജ്യത്തെ തകർക്കാനുള്ള പണം മുടക്കി ഇവരെ ഇവിടെ കൊണ്ട് എത്തിച്ചത്? ഇവർ ആർക്ക് വേണ്ടിയാണ് ഈ കളികൾ മുഴുവൻ കളിക്കുന്നത്? ഇവർക്ക് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, അത് കോൺഗ്രസിൻ്റെതായാലും ശരി, CPM-ൻ്റെതായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളായാലും ഒക്കെ തന്നെ എല്ലാവരും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും എന്നാണ് റിപ്പോർട്ടുകൾ ഡൽഹിയിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസിന്റെ ഈ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട മറ്റു പല ഘടകകക്ഷികളുമുണ്ട്. ചെറുതും വലുതുമായ ധാരാളം പാർട്ടികൾ ഉണ്ടല്ലോ. അവരാരും നേരിട്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്തൊക്കെ അഭിപ്രായം പറയുന്നു എന്നുള്ളതല്ലാതെ സമാജ്വാദി പാർട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റ് ചെറുകിട പാർട്ടികളുടെയോ ഒന്നും ലേബലിൽ, ആം ആദ്മി പാർട്ടിയുടെയോ ഒന്നും ലേബലിൽ ആരും അവിടെ പങ്കെടുക്കുന്നില്ല. 1-2 ആം ആദ്മി പാർട്ടി നേതാക്കളൊക്കെ വന്നു എന്ന് തോന്നുന്നു. എന്തൊക്കെയായാലും ശരി, ഈ സമരം അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ സമരത്തെ തീർച്ചയായിട്ടും ഇത് വിശദമായി പരിശോധിക്കും. അമിത്ഷായും നരേന്ദ്രമോദിയുമൊന്നും ഈ വിഷയത്തിൽ കാര്യമായി പ്രതികരിക്കാത്തത് അതുകൊണ്ടാണ്. അവർ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷയും രാജ്യത്തിന്റെ സമാധാനവും രാജ്യത്തെ ജനങ്ങളുമാണ് ഏറ്റവും വലുത് എന്ന് കരുതുന്ന ഒരു ഭരണകൂടം ഇന്ത്യ ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള രാജ്യവിരുദ്ധ നാടകങ്ങൾ ഒരിക്കലും നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ, അല്ലെങ്കിൽ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ ഈ വിഷയമൊക്കെ തീർന്നതാണ്. വീണ്ടും പരീക്ഷയും നടത്തി. എന്നിട്ടും ഇത് മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നൊക്കെ പറയുന്ന ഈ അവസ്ഥയിൽ ചോദ്യപേപ്പർ ചോർച്ച, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ ഘോരഘോരം കുറെ കാര്യങ്ങൾ പറയുന്നത് കേട്ടു. നേരത്തെ UPA സർക്കാരിന്റെ കാലത്തും കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്തുമൊക്കെ ഏറ്റവും കൂടുതൽ ചോദ്യപേപ്പർ ചോർച്ചകൾ ഉണ്ടായ ചരിത്രം അദ്ദേഹത്തിന് അറിയില്ല. ആരെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കണം. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തെ അതിഗൗരവമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. കേന്ദ്ര സർക്കാർ നേരിടാൻ ഒരുങ്ങുന്നത്. അത് അപ്രതീക്ഷിതമായ നടപടികളിലേക്ക് കടക്കും. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയൊക്കെ കേസ് അന്വേഷിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അറസ്റ്റിലായവർക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിക്ക് വിധേയരായവർക്ക് ആജീവനാന്തം ജാമ്യം കിട്ടാതെയൊക്കെ തന്നെ അകത്ത് കിടക്കാനുള്ള യോഗമുണ്ട്. ഈ ആരെങ്കിലും പറയുന്നത് കേട്ട് ഇറങ്ങിത്തിരിച്ചാൽ, അല്ലെങ്കിൽ കിടന്ന് തുള്ളിയാൽ അനുഭവിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയായിരിക്കും. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇപ്പോൾ CPM നേതാക്കൾ അനുഭവിക്കുന്നത് പോലെ ഇത്തരത്തിൽ രാജ്യത്തിനെതിരെ രാജ്യദ്രോഹപരമായ നിലപാടുകൾ സ്വീകരിക്കുകയും അതുപോലെ രാജ്യത്തിനെതിരെ തിരിയുകയും സമരം ചെയ്യുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ജനങ്ങളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നടപടി അതിശക്തമായിരിക്കും, അതികർശനമായിരിക്കും. NIA തന്നെ ഈ ഒരു വിഷയത്തിൽ അന്വേഷണത്തിന് വരും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിന്റെ നിയമവശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ സുപ്രീം കോടതി വിലയിരുത്തിയ ശേഷം അന്തിമ തീരുമാനമെടുക്കും. NIA അന്വേഷണം വേണം എന്ന് പറഞ്ഞാൽ അടിയന്തരമായി തന്നെ NIA അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കും. പ്രത്യേകമായ സംഘങ്ങൾ അന്വേഷിക്കും. അതുപോലെ തന്നെ ഈ ഒരു രാജ്യവിരുദ്ധ പ്രക്ഷോഭം അടിച്ചമർത്താൻ വേണ്ട നടപടികളിലേക്കും വൈകാതെ കേന്ദ്ര സർക്കാർ കടക്കും എന്ന് തന്നെയാണ് ഡൽഹിയിൽ നിന്നുള്ള സൂചനകൾ പുറത്തുവരുന്നത്.